ബാക്ക് ടു പെരുമ്പാമ്പ്. എറണാകുളം മഹാരാജാസ് ഹോസ്റ്റൽ കോമ്പൗണ്ടിലെ മരത്തിൽ പെരുമ്പാമ്പ് അനങ്ങുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. ഒരു ഭാവമാറ്റവും ഇല്ലാതെ അങ്ങനെ ഇരിക്കുകയാണ്. താഴെ അതിനെ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞോ അറിയാതെയോ ഒക്കെ വളരെ നിസ്സംഗനായി അവിടെ തന്നെ കൂളായിട്ടിരിക്കുകയാണ് ആ പെരുമ്പാമ്പ് മരത്തിൻ്റെ മുകളിൽ. മരത്തിൻ്റെ ഒത്ത ശിഖരത്തിൻ്റെ മുകളിൽ ഒത്ത മുകളിൽ നടുക്കൊരു ശിഖരത്തിൽ അങ്ങനെ വളരെ സേഫായിരിക്കുകയാണ് പെരുമ്പാമ്പ്. താഴെ ഫയർഫോഴ്സ് വരെ വന്നിട്ടുണ്ട്, ഒരു ഏണിയൊക്കെ എടുത്ത് വെച്ചു. പക്ഷേ ഏണി ചാരി കയറിപ്പോകലത്തെ പ്രാക്ടിക്കൽ അല്ല എന്നാണ് പറയുന്നത്. നേരത്തെ വാവ സുരേഷൊക്കെ സംസാരിച്ചു. അപ്പോൾ അത്ര ഉയരത്തിൽ ഒരാൾ കയറുകയാണെന്നുണ്ടെങ്കിൽ അതിന് അവിടെ കയറി നിൽക്കുമ്പോഴേക്കും ഈ പാമ്പിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ വരും. മാത്രമല്ല ഇതുപോലെ ശക്തിമാനായ പാമ്പാണ്. കയറി ചുരുക്കി ഒരു പിടിച്ചവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നീക്കുപോക്കില്ല? ണെങ്കിൽ പാമ്പ് എങ്ങാനും താഴെ വീണ പ്രശ്നമാവുമല്ലോ. അപ്പോൾ ഇവിടെ ഉള്ള സ്നേക്ക് റെസ്ക്യൂവർ പറഞ്ഞ അങ്ങനെ ചെറിയതായിട്ട് നനവേറ്റ പാമ്പ് വരുന്നു, എങ്ങാനും താഴെ വീണാലോ. അപ്പൊ മാഡം പറഞ്ഞു 1 മണിക്കൂറിനുള്ളിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സ് വരും, എന്നിട്ട് അവരുടെയും കൂടെ നിർദ്ദേശപ്രകാരം നമുക്ക് ചെയ്യാമെന്ന്. എന്തെങ്കിലും പാമ്പിനും പറ്റുകയാണെങ്കിൽ അതും പ്രശ്നമാവുമല്ലോ. അപ്പൊ അതുവരെ ഫയർഫോഴ്സ് ഇവിടെ ഉണ്ടാകും. അതാണിപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ. അല്ല, ഇതിന്റെ ഉള്ളിൽ നിന്നായിരിക്കും. ഇവിടെയാണ് രാവിലെ കണ്ടത്, ഹോസ്റ്റലിലെ കുട്ടികളെ ഇവിടെ വെച്ചാണ് കണ്ടത്. മുകളിലേക്ക് കയറിപ്പോയി. അപ്പോഴാണ് നമ്മളെയൊക്കെ അറിയിക്കുന്നത്. പുറപ്പെട്ടിട്ടുണ്ടോ? പുറപ്പെട്ടു. ഒരു മലയാറ്റൂരിൽ നിന്ന് എത്തണമല്ലോ, 1 മണിക്കൂറിൽ എത്തുന്നാണ് മാഡം പറഞ്ഞത്. ഓപ്പറേഷൻ അതിന്റെ മൂവ്മെന്റ് വാച്ച് ചെയ്തുകൊണ്ട് എങ്ങോട്ടേക്കാ പോണേന്ന് നമുക്ക് കാണണമല്ലോ. കൊച്ചുകുട്ടികളുടെ ഹോസ്റ്റലല്ലേ, അപ്പൊ ഇവരിവിടെ തന്നെ ഉണ്ടാകും. അവർ വന്ന് അവരുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ നടത്താനാണ് പറഞ്ഞത്. ഹാഷ്മി ഇവിടുത്തെ വാർഡ് കൌൺസിലറാണ് സംസാരിച്ചത്. അവർ കളക്ടറെ ബന്ധപ്പെട്ടിരുന്നു. കളക്ടർ നൽകിയ നിർദ്ദേശം ഈ മലയാറ്റൂർ മേഖലയിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ 1 മണിക്കൂർ സമയമെടുക്കും. അതുകൊണ്ട് ആ സമയമെടുക്കുന്നത്രയും നേരം ഫയർഫോഴ്സ് ഇവിടെ പാമ്പിനെ നിരീക്ഷിച്ച് ഉണ്ടാകും. മറ്റു ഓപ്പറേഷനിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കാരണം വനംവകുപ്പിന്റെ ഒരു നിർദ്ദേശം കൂടി ലഭിക്കേണ്ടതുണ്ട് ഇതിനെ താഴെ ഇറക്കണമെങ്കിൽ. അതല്ലെങ്കിൽ പാമ്പിന് എന്തെങ്കിലും അപകടം പറ്റിയാൽ അത് പിന്നീട് വലിയ നൂലാമാലകളായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വനംവകുപ്പ് കൂടി എത്തിയ ശേഷം ഓപ്പറേഷൻ തുടരാം എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. സ്ഥലം എംഎൽഎയും കൌൺസിലറും കളക്ടറും ചേർന്ന് ഫയർഫോഴ്സ് ഓഫീസറും ചേർന്നാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. 1 മണിക്കൂർ കൂടി പാമ്പ് ഇതിന് മുകളിൽ ഇങ്ങനെ ഇരിക്കുമെന്നാണ് അതിന്റെ രത്ന ചുരുക്കം. അല്പസമയം 1 മണിക്കൂറിന് ശേഷം മലയാറ്റൂരിൽ നിന്നുള്ള വനവകുപ്പ് സംഘം ഇങ്ങോട്ടേക്ക് എത്തും. അവർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവരെത്തി അവരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും ഈ ഓപ്പറേഷൻ ആരംഭിക്കുക. നേരത്തെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതനുസരിച്ച് വെള്ളം ചീറ്റി പാമ്പിനെ ഒന്ന് അനക്കി താഴേക്ക് എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്നാണ്. പക്ഷേ നിലവിൽ അതിനവർ തയ്യാറാകുന്നില്ല. കാരണം അത് വനംവകുപ്പ് ഇടപെടേണ്ടത് വനംവകുപ്പാണ്. അതുകൊണ്ട് വനംവകുപ്പ് വരട്ടെ, അതുവരെ കാത്തിരിക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത്. ഒരു തണൽ വാഗമരമാണ്. ആ വാഗമരത്തിന്റെ ഏറ്റവും ടോപ്പിൽ, അതായത് അതിനപ്പുറത്തേക്ക് ഇനി കൊമ്പുകളില്ല, അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഈ പെരുമ്പാമ്പ് ഇരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.